പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഫില്ലിങ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാം, അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലാണെങ്കിലും റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇതിപ്പോൾ വീറ്റ് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ വീറ്റ് ബ്രെഡിലും ഇതേ ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാമല്ലേ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്ക് പേജോടെ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി വിട്ടുപോരുത് കേട്ടോ. അതും തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഇത് പനീറാണ്. ഇതിപ്പോൾ 250 ഗ്രാം പനീറുണ്ട് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. 1 ലിറ്റർ പാല് ഫുൾ ഫാറ്റ് മിൽക്കിൽ നിന്ന് നമുക്കിതുപോലെ 1/4 കിലോ പനീർ റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കടായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് സവാളയും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞതും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങനെ ബ്രൗണിഷ് കളറൊന്നും ആവേണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം തക്കാളി അരിഞ്ഞതാണ്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. തക്കാളി അതുപോലെ ഒന്ന് ഒരുപാട് സ്മാഷായിട്ട് വരണ്ട കേട്ടോ, ഒന്ന് വാടി കിട്ടിയാൽ മതി. തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നോട്ടെ. ഈ ഉള്ളിയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുമല്ലോ. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. പനീറും ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ബ്രെഡിലൊക്കെ ഉപ്പുള്ളതല്ലേ, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചേർത്തിയാൽ മതി. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാം ഒന്ന് മിക്സായിട്ട് വരണ്ടേ. അങ്ങനെ മിക്സായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, ബ്രെഡിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബ്രെഡിൽ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യം 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൽ ബട്ടർ തേച്ച് കൊടുത്തു. ബട്ടർ തേച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ ഫില്ലിങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഫില്ലിങ് ഇട്ടതിന് ശേഷം രണ്ടിലും ഇതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചീസിൻ്റെ സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറെ ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വേറെ ബ്രെഡിലും ചീസ് സ്ലൈസ് വെച്ചതിന് ശേഷം വേറെ ബ്രെഡ് അതിൻ്റെ മേളിൽ വെച്ച് കൊടുത്തു. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് സാധാരണ നമ്മളിപ്പോൾ ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ള തവയുണ്ടല്ലോ, അത് നമുക്കിനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അതിൽ തന്നെ നമുക്കിത് റെഡിയാക്കാം. അതുപോലെ തന്നെ എല്ലാ ബ്രെഡും നമുക്കിതുപോലെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോൾ തിരിച്ചിട്ടിട്ട് വേറെ സൈഡ് അതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 250 ഗ്രാം പനീറാണ് റെഡിയാക്കിയതെന്നുള്ളത്. അപ്പോൾ അത് ഈ 250 ഗ്രാമെന്ന് നമുക്ക് 6 സ്ലൈസ് ബ്രെഡിന് ഉള്ള ഫില്ലിങ് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പനീർ റെഡിയാക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡിയാകുമ്പോൾ നമ്മൾ മറിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇതിപ്പോൾ നമുക്ക് ഫില്ലിങ് രാവിലെ ഉണ്ടാക്കാനുള്ള സമയം ഇല്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫില്ലിങ്. എന്നിട്ട് നമുക്കത് രാവിലെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻസും കൂടെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടെ വിട്ടുപോകരുത്. പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.